ഇടഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട, നമുക്കതറിയാം. കലിപൂണ്ട കരിവീരൻ നമുക്കെന്നും ഒരു പേടി സ്വപ്നമാണ്. എന്നാൽ ചിലർക്ക് എത്ര പറഞ്ഞാലും ഇതൊന്നും മനസ്സിലാകില്ല. തേയിലത്തോട്ടത്തിനിടയിലൂടെ റോഡ് മുറിച്ച് കടന്ന ഒരു യുവാവിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഏറെ പ്രതിഷേധം വിളിച്ചു വരുത്തിയ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത പർവീൺ കസ്വാൻ എന്ന ഫോറസ്റ്റ് ഓഫീസർ ആ വീഡിയോ കിട്ട തലക്കെട്ട് എന്താണെന്നോ? ഈ വീഡിയോയിൽ ആരാണ് മൃഗം എന്നാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. അഭിരാമി മോഹൻ ചേരുന്നുണ്ട് തത്സമയം. അഭിരാമി, ചില മനുഷ്യർ ഇങ്ങനെയാണ്, എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകില്ല. അപകടം ഇങ്ങനെ വിളിച്ചു വരുത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ആ ആനകൾ റോഡ് ക്രോസ് ചെയ്തു പോകുന്നു, മറ്റൊരു പ്രശ്നവും ഇല്ലാതെ അങ്ങ് പോവുകയാണ് ആ ആനക്കൂട്ടം. അപ്പോൾ അങ്ങോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മളെപ്പോഴും ഇനി കാട്ടുവഴികളിലൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇവിടെ ഹോൺ അടിക്കരുത്, ഇവിടെ വാഹനം നിർത്തരുത്, ഇവിടെ ഇറങ്ങി നിൽക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ എഴുതി കണ്ടു കഴിഞ്ഞാൽ അവിടെ വാഹനം നിർത്തുകയും അവിടെ ഹോൺ അടിക്കുകയും അവിടെ ഇറങ്ങി കൂട്ടം കൂടി നിൽക്കുകയും ചെയ്യുന്നതാണ് ചില മനുഷ്യന്മാരുടെ ഹോബി. അപ്പം എന്തായാലും ഈ ആളെ പിടികിട്ടിയോ? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ ആനക്കൂട്ടം അങ്ങ് പോയോ? ഹിമ, ചില മനുഷ്യരെ പറ്റി നമ്മൾ പറയാറുണ്ട്, കണ്ടാലും കേട്ടാലും കൊണ്ടാലും ഒന്നും പഠിക്കാത്ത മനുഷ്യരുണ്ട്. ആ ഒരു വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു ആളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടയാൾ. ഒരു തോട്ടത്തിൽ നിന്ന് റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ആനക്കൂട്ടം, അതിന് പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് അതിനെ പ്രകോപിപ്പിച്ച് അക്രമാസക്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. എന്തായാലും ഈ യുവാവ് ചെയ്തത് അത്യന്തം ഒരു മോശമായ കാര്യമെന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. കാരണം അവരുടെ ഒരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ അത് നാട്ടിലിറങ്ങിയ ആനയായാൽ തന്നെ അതിനെ അങ്ങോട്ട് ചെന്ന് പ്രകോപിപ്പിച്ച് അതിൻ്റെ അക്രമ സ്വഭാവം പുറത്തെടുപ്പിക്കേണ്ട ഒരു കാര്യമൊന്നും ആ യുവാവിനില്ല. ഷോ കാണിക്കാനാണെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഹിമ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിട്ടേ സമാധാനം വരൂ എന്ന തരത്തിലുള്ള ആളുകളുണ്ട്. അങ്ങനെ ഉള്ളൊരു സ്വഭാവം, അതിനൊരു സ്വഭാവ വൈകല്യം എന്ന് വേണം നമുക്ക് പറയാൻ. IFS ഓഫീസറായിട്ടുള്ള പർവീൺ കസ്വാൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ എക്സ് ഹാൻഡിൽ പങ്കുവച്ചിട്ടുള്ളത്. ഈ വീഡിയോ പങ്കുവെച്ചിട്ട് അദ്ദേഹം അതിൽ പോസ്റ്റ് ചെയ്ത, അതിൽ എഴുതിയിരിക്കുന്ന ഒരു വരിയുണ്ട്, ഇതിലേതാണ് മൃഗം? ശരിക്കും ഇത് കാണുന്ന ഓരോ ആൾക്കാർക്കും തോന്നും ഇതിലേതാണ് മൃഗം എന്നുള്ളത്. ആ യുവാവിൻ്റെ പ്രവൃത്തി തന്നെ അത്തരത്തിൽ വളരെ മോശമായൊരു പ്രവൃത്തിയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള പ്രവൃത്തികൾ നമ്മൾ കാണാറുണ്ട്. മൂന്നാറിലൊക്കെ പോകുന്ന വിനോദസഞ്ചാരികൾ അവിടെ ഈ പടയപ്പ എന്ന് പറയുന്ന ആനയൊക്കെ പ്രകോപിപ്പിച്ച്, ജീപ്പുകൾ വന്ന് പ്രകോപിപ്പിച്ച് ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സ്ഥിരം വാർത്തകൾ കാണുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഈ നടന്നത്. എന്തായാലും ഈ യുവാവിനെ ഇതുവരെയും കിട്ടിയിട്ടില്ല. വീഡിയോ എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഈ യുവാവിനെ കണ്ടുപിടിക്കുകയും അതിനെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലൊരു വളരെ ഈ യുവാവിനെതിരെ വളരെ വിമർശനാത്മകമായാണ് സമൂഹ മാധ്യമങ്ങളിൽ ആൾക്കാർ പ്രതികരിക്കുന്നത്. ശ്രദ്ധിച്ചപ്പോൾ അതിന്റെ അപ്പുറത്തും, ഈ ആന ക്രോസ് ചെയ്ത് പോകുന്ന ഈ യുവാവ് നിൽക്കുന്നതിന്റെ അപ്പുറത്തും കുറെ മനുഷ്യരുണ്ട്. അപ്പൊ അവരുടെ കൂടി ജീവൻ പണയപ്പെടുത്തിയാണ് ഇയാളുടെ ഒരു പരാക്രമം. അതെ ഹിമ, ഈ ആനകൾക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട്. അവർ ഈ മനുഷ്യരുമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് അവരുടെ സ്വഭാവത്തിന് ഗണ്യമായി ഈ മനുഷ്യരുമായിട്ടുള്ള ഇടപെടൽ അതിനെ സ്വാധീനിക്കും. അപ്പോൾ ഈ ആനകൾ, ഇപ്പോൾ ഈ യുവാവ് ഈ ആനയെ പ്രകോപിപ്പിച്ചാൽ നാളെ ഈ ആന മറ്റൊരാളെ ഉപദ്രവിക്കില്ല എന്ന് നമുക്ക് പറയാനാകില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൂടാ എന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വാഹനങ്ങളുണ്ട്. ഇയാളുടെ ഈ പ്രകോപനം മൂലം ആന അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്തെല്ലാം അപകടങ്ങളാണ് ഉണ്ടാവുമായിരുന്നത്. ശരിക്കും
ഇയാൾ ചെയ്ത ഈ നടപടിക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ആനക്കൂട്ടമാണ് പോകുന്നത്, അതിൽ കുട്ടിയാനകൾ ഉണ്ടെങ്കിൽ പൊതുവേ ആനകൾ മാത്രമല്ല ഏതൊരു ജീവിയായാലും കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അവർ വളരെ വിജിലൻ്റ് ആയിരിക്കും. അതുമാത്രമല്ല ഒരു അക്രമാസക്തമായിട്ടുള്ളൊരു സ്വഭാവം ഈ ജീവികൾക്കൊക്കെ ഉണ്ടാകും. നമ്മൾ ഈ പട്ടിയുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? കുട്ടികളുണ്ടാകുമ്പോൾ അത് ഭയങ്കര ശൗര്യത്തോടെ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആനകളും. കുട്ടികളുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവ് ആവുകയും കുറച്ചും കൂടി അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ കുട്ടികളുമായി റോഡ് മുറിച്ച് കടന്നു പോയ ഒരു ആനക്കൂട്ടത്തിന് നേരെയാണ് ഈ യുവാവ് ഇത്തരത്തിൽ അവരെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നതും ഈ ആന ആ യുവാവിന് നേരെ വരുന്നുണ്ട്. എന്നിരുന്നാലും അയാൾ ഒരു കൂസലും ഇല്ലാതെയാണ് ആ റോഡിൽ ഈ ഷോ മുഴുവൻ കാണിക്കുന്നത്. ഇത് ആ യുവാവിനെതിരെയും ഈ വീഡിയോ പകർത്തിയവർക്കെതിരെയും ഒക്കെ നടപടി സ്വീകരിക്കേണ്ടതാണ്. ഈ IFS ഓഫീസർ പർവീൻ കസ്വാൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ എക്സ് ഹാൻഡിലിനടിയിൽ വരുന്ന കമൻറ്റുകൾ മുഴുവൻ ഇതാണ്: ഈ യുവാവിനെ കണ്ടെത്തണം, ഈ യുവാവിന് തക്കതായ ശിക്ഷ കൊടുക്കണം, ഇനി മേലിൽ ഇയാൾ ആവർത്തിക്കരുത് എന്ന് ഉൾപ്പെടെയുള്ള കമൻറ്റുകളാണ് ഇതിനടിയിൽ വരുന്നത്. തീർച്ചയായിട്ടും യുവാവിനെ കണ്ടെത്തി തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. കാരണം മറ്റുള്ളവരുടെ കൂടി ജീവൻ പണയപ്പെടുത്തിയാണ് ഈ ഒരു അഭ്യാസം കാണിക്കുന്നത്. അപകടം സ്വയം വിളിച്ചു വരുത്തുകയാണ് ചില മനുഷ്യർ. ഈ വന്യജീവികളോടൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള പരാക്രമമൊക്കെ കാണിക്കുമ്പോൾ സ്വയം ഒരു വകതിരിവ് കാണിക്കണം. ശരി അഭിരാമി.